എടോ, ഇന്ന് കുടുംബജീവിതത്തിൻ്റെ വില ആർക്കറിയണേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ? അടിയും പഴക്കും ബഹളമല്ല, നിസ്സാര കാരണങ്ങൾക്ക് ഇന്ന് ബന്ധമൊഴിയ. കാരണമൊന്നും പ്രത്യേകിച്ച് വേണ്ട. ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം എൻ്റെ ഒരു കൂട്ടിക്ക് അറിയുന്നൊരു പയ്യനുണ്ട്. ഓൻ എന്നെ പറഞ്ഞു, ഉസ്താദ് എൻ്റെ സഹോദരൻ്റെ കല്യാണം ഉസ്താദ് വരണം, എനിക്ക് പോകാൻ പറ്റിയില്ല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവനെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. ഞാൻ അവൻ്റെ അടുത്തോട്ട് പോയിട്ട് പറഞ്ഞു, എടാ അന്ന് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ഇത്തിരി തിരക്കായിപ്പോയി. ഉസ്താദെ അവള് പോയെന്ന്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് വരാൻ നന്നായി, അത് പോയി. അപ്പോൾ ചോദിച്ചു കാരണം എന്താണെന്ന്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് അവൾ പോയെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു പോയി, ഇത്രയേ ഉള്ളൂ. കാരണം അതാ, സാരി ഉടുക്കാൻ ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബന്ധമൊഴിഞ്ഞ വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. എടോ, ഇന്ന് വയല് കഴിഞ്ഞു. ഇന്ന് വയല് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യ വയല് കേൾക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയം നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ ആരുമില്ല, നീയും ഭാര്യയും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഈ ബൈക്കിലിരുന്ന് കെട്ടിപ്പിടിച്ചു പോകുന്ന മലക്കുകളുടെ കഥയല്ല ഞാൻ പറയുന്നത്, അത് വേറെ. വീട്ടിൽ കിടന്ന് കെട്ടിപ്പിടിക്കാൻ വയ്യ, നട റോഡിൽ കൂടെ ഒന്നിൻ്റെ തോളിൻ്റെ മുകളിൽ വെച്ചോണ്ട് പോ, അതല്ല ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പ്രത്യേകം പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ആരും കാണാനില്ല. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചാൽ നീയും നിന്റെ ഭാര്യയും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി, നിന്റെ പാപം പൊറുക്കും. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പാപം പൊറുക്കാൻ പറ്റുന്ന വഴിയാണ് ഒന്ന് കൈ പിടിച്ചാൽ മതി, അത്രയ്ക്കും പുണ്യം. നിങ്ങളിൽ എത്ര പേരാ ഭാര്യയോട് സംസാരിക്കണം? എത്ര പേരാ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ഭാര്യമാരുണ്ട്? എടാ, അയൽവാസിയുടെ ഭാര്യ റോഡിൽ വെച്ച് കണ്ടു, അമിന എന്ത് പാടി, സുഖമാണോ, മച്ചാക്ക് എങ്ങനെയുണ്ട്? ഓ എന്തൊരു വർത്തമാനം, സുബ്ഹാനല്ലാഹ്. കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോൾ അങ്ങോട്ട് ഒലിപ്പിക്കും, എന്തൊക്കെ ചോദിക്കും, അല്ലാഹ് എന്ത് വിശേഷം ചോദ്യര്. സ്വന്തം പെണ്ണുമ്പിള്ളെ കാണുമ്പോൾ കടന്തല് കുത്തിയതുപോലെ ഇരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതാ പറഞ്ഞ, അള്ളാഹു കാക്കുമാറാകട്ടെ. പൊന്നാര ചങ്ങാതി, നീ എന്താ ചിരിക്കാത്ത? എന്തേ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ? എന്തേ പുഞ്ചിരിച്ച? എന്തേ പുഞ്ചിരിച്ച? എൻ്റെ പൊന്നാര വാപ്പ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകുക പുഞ്ചിരി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത്ര വലിയ പുണ്യം ആ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാന്ന്. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന, പക്ഷെ ചിരിക്കൂല. പിന്നെ എങ്ങനെ സ്നേഹമുണ്ടാകും? ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു ബെഡിനകത്ത് കിടക്കുന്നു, തൊലി ചേർന്ന്. സ്നേഹമുണ്ടോ? ഇല്ല. ചതിയും വഞ്ചനയും, ചതിയും വഞ്ചനയും. സ്നേഹമില്ലടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൾ തമ്മിൽ ചേരുന്നില്ല, സമാധാനമില്ല നമുക്ക്. എന്തുകൊണ്ട്? എടോ, കുടുംബജീവിതത്തെ പോലെ പുണ്യമുള്ള വേറെ എന്ത് നന്മയാവുള്ളേ? എല്ലാവരും ഇപ്പം ഇവിടെ വന്നല്ലോ, നമ്മളെല്ലാവരും വരും. ഉസ്താദ് ശൈഖുനയുടെ മഖാമിന്റെ മുമ്പിൽ വന്നിട്ട് സമാധാനമില്ല, പ്രയാസം, സന്തോഷമില്ല. അള്ളാഹു നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസം മാറ്റി തരുമാറാകട്ടെ. എന്തിനാ കല്യാണം കഴിക്കാൻ പറഞ്ഞേ? കല്യാണം കഴിച്ച് എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ച എന്ത് കിട്ടും? ഞാൻ കേട്ടില്ല എന്ന് പറയാം. എന്ത് കിട്ടും? ഞാനല്ല, അല്ല പറയാ കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന്. കിട്ടിയോ? ഓർമ്മിപ്പിക്കല്ലേ സിറാജ്, അത് എന്നോട് പറയുന്ന എൻ്റെ പൊന്നാര സിറാജ്, അത് ഓർമ്മിപ്പിക്കല്ലേ. നമ്മുടെ അവസ്ഥ. ഈ പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ സന്തോഷത്തോടെ നടന്നിയതാ, എന്നീ ചങ്ങാടികളുടെ കൂടെ കൂടി അന്നത്തോടെ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? ഇവിടെ ലോകത്ത് കുടുംബജീവിതത്തോളം സന്തോഷമുള്ള ഒന്നുമില്ല. സ്വർഗത്തിൽ പോകാൻ നമ്മുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്നാ. ഈ മൈക്ക് ഇങ്ങനെ താഴുന്നുണ്ടടാ മോനെ, ഇതൊന്ന് പൊക്കി വെച്ച് തരുമോ?
ഒന്ന് മുറുക്കിയാൽ മതി, സിറാത്ത് പാലം പോലെ. അത് കുലുങ്ങുമെന്നറിയില്ല. അള്ളാഹു നമ്മളെ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പോകുന്നവരെ പെടുത്തുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, സ്വർഗത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹം? ആണോ അല്ലേ? ആദം നബിയെ സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്കാം. ആ ചങ്ങാതി തിന്നും ഭക്ഷണം കഴിച്ചും സന്തോഷത്തോടെ സ്വർഗത്തിൽ നടക്കാം. ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. അള്ളാഹു ചോദിച്ചു, ആദവേ എന്തു പറ്റി? എന്താ നിന്റെ മുഖം വാടിയിരിക്കണേ? ഈ സ്വർഗം നിനക്ക് തന്നിട്ട് നിനക്ക് എന്തേ ഒരു സന്തോഷം ഇല്ലാത്ത? ആദം നബി പറഞ്ഞ മറുപടി, അല്ലാ, എന്തോ ഒരു കുറവുള്ളതുപോലെ. അള്ളാഹിനോട് പറയാ, സ്വർഗത്തിലാ നടക്കണേ. ആദം നബി അള്ളാഹിനോട് പറയാ, എന്തോ ഒരു കുറവുള്ളതുപോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ എല്ലാം ശരിയായി എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? ആ സ്വർഗം കിട്ടിയിട്ട് പോലും ആദം നബിക്ക് മതിയാകുന്നില്ലടോ. അതാണ് കുടുംബജീവിതം. അതാണ് കുടുംബജീവിതം. പക്ഷെ ഇന്നത്തെ കുടുംബജീവിതം തമ്മിത്തല്ലും വഴക്കും ബഹളവുമായിട്ട് പോവാ. പരസ്പരം സ്നേഹമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ നോക്കുമ്പോൾ എപ്പോഴും തല്ല വാപ്പയും ഉമ്മയും. എവിടുന്നാ ചീത്ത വിളിക്കാൻ പഠിച്ചത്? വാപ്പ ഉമ്മാനെ വിളിക്കണ കേട്ടിട്ടാ തുടങ്ങിയേ. അങ്ങനെ ആയിപ്പോയി ഇന്നത്തെ കുടുംബജീവിതം. അങ്ങനെ ആവരുത്. പിന്നെ വഴക്കും ബഹളവും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ മലക്കുകളൊന്നും അല്ലല്ലോ. മലക്കുകളാണോ? ഇവിടെ ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും. അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. അത് ഇവിടെ മാത്രമല്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി കറിച്ചട്ടി എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നല്ലേ നിന്റെ ആമിന. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ ഇറച്ചിക്കറിയും പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. നബിയുടെ വീടിനകത്ത് വഴക്കുണ്ടായിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ആയിഷ ബീബിയും പിണങ്ങി നടന്നിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ പെണ്ണുമ്പോൾ ആയിഷ ഒന്നും അല്ലല്ലോ. നമ്മുടെ ഭാര്യ ആയിഷ ഒന്നും അല്ലല്ലോ. പാവപ്പെട്ടവളല്ലേ. എടോ, അതങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കുറച്ച് കഴിയുമ്പോൾ തീരണം. അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ആണുങ്ങൾക്കൊരു ധാരണയുണ്ട്, കുറച്ചൊക്കെ പിടിവാശി കളയണം സഹോദര. എല്ലാ ആണുങ്ങളുടെയും ആഗ്രഹം, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. അത് വെറുതെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഞാൻ വരച്ച വരയിൽ നിൽക്കണമെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് കയറി നിൽക്കുക, അല്ലാതെ നടക്കത്തൊന്നുമില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ആ സ്വഭാവം മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ തീരും. ഉദാഹരണം, നിന്റെ പരാതി എന്താ? എൻ്റെ ഉപ്പാനെ നോക്കണില്ല, എൻ്റെ ഉമ്മാനെ നോക്കണില്ല, എൻ്റെ കൂടപ്പുറപ്പിനെ നോക്കുന്നില്ല, ഇല്ലേ? ഇതല്ലേ നിന്റെ പരാതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞിട്ട് വീട്ടിൽ വരിക. എന്തോ ഒരു യാത്ര കഴിഞ്ഞ് നബിതങ്ങൾ ക്ഷീണിച്ച് വീട്ടിൽ വന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല വാതിലിൽ നിൽക്കുന്നുണ്ട്. നബിതങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, നബിയെ, പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? അള്ളാന്റെ റസൂല് എന്തോ ഒരു യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണത്തിൽ പ്രയാസപ്പെട്ട് വീട്ടിൽ വന്നപ്പോ വീടിനകത്ത് കയറുന്നതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഭാര്യ ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആ ചോദ്യം കാണാൻ നമ്മുടെ ഭാര്യ ചോദിച്ച, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. നീ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ വാതിലിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ നബിതങ്ങൾ അങ്ങനല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാ. എനിക്ക് പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? എൻ്റെ ആയിഷാനെയാ. ആയിഷയ്ക്ക് സമാധാനമായി. നബിതങ്ങൾ വീടിനകത്ത് കയറി. രണ്ടാമതും പിടിച്ചു. രണ്ടാമത്തെ ചോദ്യം, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നിന്റെ വാപ്പ അബൂബക്കറിനെ ആയിഷ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ മറുപടി? നിന്റെ വാപ്പ അബൂബക്കറിനെയാ. ആയിഷ ബീബി കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. ഇതാണ് പെണ്ണ്.
അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ വീട്. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ നീ ഇന്ന് നോക്കിക്കേ, വയലും കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി കിടക്കുമ്പോൾ ചുമ്മാതോ ഒന്ന് പറയണം, എൻ്റെ പൊന്നാര ആമിന, നിന്റെ വാപ്പ എത്ര നല്ല മനുഷ്യനാ. അള്ളാഹുവേ, ഓള് തലയിൽ കയറാതെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളുണ്ട്, ഇത് മനസ്സിലാക്കണം, ചുമ്മാ നടന്നാൽ പോരാ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ പരസ്പരം സ്നേഹമുണ്ടാകും, പരസ്പര ബന്ധമുണ്ടാകും, പരസ്പരം സ്നേഹവും ബന്ധു. പ്രണയിക്കണം. അള്ളാഹു പ്രണയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയടോ. കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം പെണ്ണുപിള്ളയെ പ്രേമിക്കണം, സ്വന്തം ഭാര്യയെ പ്രണയിക്കണം, സ്നേഹിക്കണം. അങ്ങനെ പഠിപ്പിച്ചു തന്ന ആരാ? പ്രേമവും പ്രണയമൊന്നും ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എടോ, അള്ളാന്റെ ദീനിൽ ഇതൊക്കെ ഉണ്ട്, പ്രേമവും പ്രണയമൊക്കെ ഉണ്ട്. സ്നേഹിക്കണം. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആരെയാണ്? സിനിമാ താരങ്ങളെ പോലെയല്ല പ്രേമിക്കുന്നത്, കണ്ടു പഠിക്കേണ്ടത് അവരെയല്ല പെങ്ങള്. ആരെ പോലെയാണ് സ്നേഹിക്കേണ്ടതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ നിങ്ങൾക്ക് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ 25 വയസ്സ്. തന്റെ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീബിക്ക് 40 വയസ്സ്. 25 വയസ്സുകാരനായ മുഹമ്മദ് നബി 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. പണം കണ്ടിട്ടൊന്നുമല്ല പെണ്ണ് കെട്ടിയത്, അത് വേറെ. അള്ളാന്റെ റസൂലിന് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഇവർ രണ്ടുപേരും കൂടെ വിവാഹ ജീവിതം തുടങ്ങി. ഇവർ രണ്ടുപേരും 25 വർഷം ജീവിച്ചു. 25 കൊല്ലമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്ക്. പെണ്ണെട്ടിക്കാനൊന്നും അല്ല. ഒന്ന് അണ്ണ ഇപ്പൊ കൈവക്കി. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 65 വയസ്സുണ്ട് ഖദീജ ബീബിക്ക്. ഈ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ വീട്ടിലേക്ക് കയറി വന്നപ്പോ കുളിച്ചു ഒരുങ്ങി നിൽക്കുക വീടിന്റെ മുമ്പിൽ. വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഖദീജ ബീബി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. 20-ാമത്തെ വയസ്സിലല്ല, 65-ാമത്തെ വയസ്സിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. ചിരിക്കുന്ന മുഖത്തോടെ ഖദീജ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഖദീജ അടുത്തിരുന്നു. നബി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, എനിക്കൂടെ വാരി തരുവോ? എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരി തരുവോ? അള്ളാന്റെ റസൂൽ ഖദീജ ബീബിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഞാൻ ഇത്തിരി വാരി തരട്ടെ നബിയെ? അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഈ അടുത്ത കാലത്തെങ്ങാനും ഭാര്യയ്ക്ക് വല്ലതും വാരി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിക്ക്. കയ്യൊന്നും പൊക്കണ്ട, ഞാൻ നാണം കെട്ടുപോകും. പൊക്കില്ല എന്ന് എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നീ നിന്റെ ഭാര്യയ്ക്ക് ഇത്തിരി ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? എവിടെ? അള്ളാന്റെ റസൂൽ ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ? 65-ാമത്തെ വയസ്സിൽ. നബിതങ്ങളും ആയിഷ ഖദീജ ബീബിയും ഭക്ഷണമൊക്കെ കഴിച്ചു. അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ, ആ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ. അള്ളാന്റെ റസൂൽ ഖദീജ ബീബിയോട് പറഞ്ഞു കിടക്കാൻ. വാപ്പ ഇപ്പൊ ഇവിടെ കിടക്കണേ? ഈ പ്രായമുള്ള ഉപ്പാനോട് ഞാൻ ചോദിക്കട്ടെ, നീ എവിടാ കിടക്കണേ? നീ ഒരു റൂമിലും നിന്റെ ഭാര്യ വേറെ റൂമിലും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ, നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഭാര്യ ഒരു റൂമില്, ഭർത്താവ് ഒരു റൂമില്. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതാ, മരിക്കണ കാലം വരെ ഒരുമിച്ച് കിടക്കണം വാപ്പ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കിടക്കണം. അപ്പൊ മക്കളുടെ ഭർത്താവിന്റെ കൂടെ കിടക്കും, നീ നിന്റെ ഭർത്താവിയുടെ കൂടെ കിട. വാപ്പയും ഉമ്മയും ഖദീജ ബീബി 65-ാമത്തെ വയസ്സിൽ നബിതങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ചോദിക്കുക. അള്ളാന്റെ റസൂൽ മടിയിൽ പിടിച്ച് കിടത്തി. ഖദീജ ബീബി നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു എല്ലാം ചോദിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാന്ന്. നബിതങ്ങൾ ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ നീ? ഇന്നു മുതലല്ലോ,
അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, 25 കൊല്ലമായി നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങയുടെ മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂല് പെട്ടെന്ന് ചോദിച്ചു, എന്തു പറ്റി ഖദീജ? നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്താണ് ഇന്ന് പ്രത്യേകത എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞടോ, നിബിതങ്ങളുടെ കണ്ടണങ്ങൾ നിറയുകയാണ്. ഖദീജയുടെ വാപുത്തി പിടിക്കുകയാണ്. അള്ളാന്റെ റസൂല് ഖദീജ ബീവിയുടെ വാപുത്തി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. ആരാണ് ഖദീജ എന്നറിയുമോ? എന്റെ വാഴ കേൾക്കാമെന്ന ഉമ്മമാരെ, അള്ളാന്റെ റസൂലിനെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. എന്നാൽ ആ ഖദീജയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അള്ളാഹു സ്വർഗത്തിൽ ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരം ഖദീജയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഖദീജയ്ക്ക് അത് കൊടുക്കുന്നതെന്നറിയുമോ? 25 കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിതങ്ങളുടെ മുമ്പില് അള്ളാന്റെ റസൂലിനെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. 15 വയസ്സ് കൂടുതലാണ്. ഒരിക്കൽ പോലും അള്ളാന്റെ റസൂലിന്റെ മുമ്പില് 25 വർഷത്തിന്റെ ഇടയില് ഒരിക്കൽ പോലും ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. അല്ലാഹുവേ, ആ ഖദീജയാണ് നബി തങ്ങളുടെ കൈപിടിച്ചിട്ട് കരയുന്നത്. പൊരുത്തം താ നബിയേ, പൊരുത്തം താ നബിയേ. ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എനിക്ക് പരാതിയില്ല, എനിക്ക് നിന്നെ കുറിച്ച് പറയാ ഒരു പരാതിയുമില്ല ഖദീജ. പോകുകയാണോ ഖദീജ? പിരിയുകയാണോ ഖദീജ? അള്ളാന്റെ റസൂല് നിനക്കെനിക്ക് പൊരുത്തമാണെന്ന് പറയുമ്പോ 65 വയസ്സുകാരിയായ ഖദീജ എന്ന് പറയുന്ന പ്രായമുള്ള ഭാര്യ ചാടി എഴുന്നേൽക്കുകയാണ്. നിബിതങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ഖദീജ ഉമ്മ കരയുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ച് തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഒരു ഭാര്യയുടെ വസിയത്താണ്, ഒരു ഭാര്യയുടെ വസിയത്താണ്. ഞാൻ മരിച്ച നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ കുളിപ്പിക്കാൻ. എനിക്കിഷ്ടമല്ല നബിയേ, എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ കണ്ട ശരീരം ഒരാള് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പെണ്ണുപോലും കാണരുത്, ഒരു പെണ്ണുപോലും എന്നെ കാണരുത്, എനിക്കിഷ്ടമല്ല നബിയേ. അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് ആ 65 വയസ്സുള്ള ഭാര്യ കരയുകയാണ്. സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ, എന്റെ ജനാസ കുളിപ്പിക്കുമോ നബിയേ? അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. ഖദീജയുടെ 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ കഫം പൊതിയുമ്പോ, എന്റെ മയ്യത്ത് പൊതിയുമ്പോ ഈ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, എപ്പോഴും അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. എന്റെ
കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. ഖിയാമത്ത് നാള് വരെ, മസ്റയിൽ വരുന്നത് വരെ ഖബറിനകത്ത് കിടക്കണ്ടേ നബിയേ. നിങ്ങളില്ലാതെ എനിക്ക് പറ്റൂല. നിങ്ങളുടെ സുഗന്ധം വേണം, നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ. ഇല്ലാതെ എനിക്ക് കടക്കാൻ പറ്റൂല, ഖബറിനകത്ത് ഉറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കുവോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് സമ്മതിക്കുകയാ. മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്തിറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ ജനാസ മണ്ണിലിറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ മണ്ണിലിറക്കി വെക്കാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം ഈ ഖദീജയുടെ കബളിന്റെ താഴെ മണ്ണ് വെക്കാൻ. അല്ലാഹുവേ, ഖദീജ ബീവി ലോകത്തോട് വിട പറയുകയാണ്. റസൂലുള്ള തളർന്നു പോയടോ, അല്ലാഹുവിന്റെ റസൂലിനെ താങ്ങാൻ പറ്റിയില്ല. അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ നബി തങ്ങളാ കുളിപ്പിച്ചത്. ഇതുപോലെ ഭാഗ്യം കിട്ടിയ ഒരു പെണ്ണ് വേറെയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിച്ചു. മയ്യത്ത് പുതിയ സമയമായപ്പോ ഷാളെടുത്ത് ചുംബിക്കുകയാ, ഷാളെടുത്ത് ചുംബിക്കുകയാണ്. ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ചു. റബ്ബേ, ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഖദീജ ബീവിയുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിടിമണ്ണ് വാരി വെക്കുമ്പോ ഖദീജ ഉമ്മയുടെ കഫം തുണി നനയുകയാ. നബിതങ്ങള് കരഞ്ഞടോ, നബിതങ്ങള് കരഞ്ഞടോ. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ നബിതങ്ങള് കരയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. ഖദീജ എന്ന് പറഞ്ഞ നബിതങ്ങൾക്ക് ജീവനായിരുന്നു. മറ്റുള്ള ഭാര്യമാരെന്തെങ്കിലും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയും, എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. നബിതങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ആയിഷയ്ക്കൊരിക്കൽ ദേഷ്യം വന്നു, ആയിഷ ബീവിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അവിടെന്ന് ചോദിച്ചു, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്ത്? വേറെ ഭാര്യമാരൊന്നുമില്ലേ? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞടോ. തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ നബിതങ്ങൾക്ക് സഹിച്ചില്ല. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എൻ്റെ ഖദീജയെ പോലെയാകില്ല. ഇതായിരുന്നടോ നബിതങ്ങളുടെ സ്നേഹം, ഇതായിരുന്നു നബിതങ്ങളുടെ സ്നേഹം. ഇത് കണ്ടാണ് ഫാത്തിമ വളർന്നത്, ഇത് കണ്ടാണ് ഫാത്തിമ വളർന്നത്. ആ ഖദീജയുടെ മകളാണ് ഫാത്തിമ, ആ നബിതങ്ങളുടെ മകളാണ് ഫാത്തിമ. 29-ാമത്തെ വയസ്സിൽ, 29-ാമത്തെ വയസ്സിൽ ആ ഫാത്തിമ മരണിക്കുകയാണ്. ആ ഫാത്തിമയുടെ മരണമെടുത്തപ്പോ 29 വയസ്സുകാരിയായ ഫാത്തിമ അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, അലിയേ, പൊരുത്തം തരുമോ അലിയേ? പോവുകയാണ് അലിയേ. ഉമ്മ വാപ്പയോട് പറഞ്ഞത്, നിങ്ങൾ വേണം മയ്യത്ത് കുളിപ്പിക്കാൻ, ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. മകള് പറഞ്ഞ മറുപടി, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഭർത്താവ് ചോദിച്ചു, എന്തേ ഫാത്തിമ? പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ എൻ്റെ മയ്യത്ത് പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ്
അലിയേ, എനിക്കിഷ്ടമല്ല അലിയേ, എൻ്റെ ശരീരത്തിൻ്റെ വടിവ് മറ്റുള്ള പുരുഷന്മാര് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണടോ മക്കള്. ഉപ്പയും ഉമ്മയും കണ്ടുപഠിക്കുമ്പോ മക്കൾ അങ്ങനെയാവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പരസ്പരം സ്നേഹിക്കണേ, പരസ്പരം സ്നേഹിക്കണേ, തമ്മിലടിയും വഴക്കുകളും മാറ്റണേ, സന്തോഷത്തോടെ ജീവിക്കണേ, സതിയും വഞ്ചനയും കളയണേ, സ്നേഹത്തോടെ ജീവിക്കൂ. അങ്ങനെ സ്നേഹത്തോടെ ജീവിച്ചാൽ നീ മരിച്ചാലും നിന്റെ ഭാര്യ പറയും എൻ്റെ ഇക്ക. ഇങ്ങനെ ജീവിച്ചാ നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ ഭാര്യ പറയും എൻ്റെ ഇക്ക. എത്ര നല്ല മനുഷ്യൻ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളാക്കി തരുമാറാകട്ടെ. ഭാര്യ മരിച്ച ഭർത്താവ് പറയും ഇവളെ പോലെ ഒരു നല്ല ഭാര്യ അല്ലാ, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, നന്മകൾ ചെയ്യും, നാളെ സ്വർഗത്തിൽ നമ്മളെ ജോഡികളാക്കി തരും. അള്ളാഹു ആക്കി തരുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരൻ, രണ്ട് നമ്മുടെ ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. 11 മണിയായില്ലേ? 11 മണി കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞത് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ ഉസ്താദ് അവരുടെ ഉറൂസിൽ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അൽഹംദുലില്ലാ അള്ളാഹു ഉസ്താദിൻ്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? ഞാനൊരു മുത്തഅല്ലിമ, എന്നെക്കാളും കഴിവുള്ള അറിവുള്ള ഉസ്താദന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിൽ എനിക്ക് ഇത്തിരി പക്വത കുറവാണ്. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തേനുമാറാകട്ടെ. അള്ളാഹു പുറത്തേനുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നോക്കാം സിറാജ്. ഞാൻ നിങ്ങളോട് പൊരുത്തം തരുമോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം മറുപടി ഇൻഷാ അല്ലാഹ് നോക്കാമെന്ന്. നോക്കണ്ട, പൊരുത്തപ്പെട്ട് തന്നാൽ മതി. അള്ളാഹു പുറത്തേനുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി ആയുസ് ഉണ്ടെങ്കിൽ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടുന്നത് പോലെയാണ് ഇവിടെ ഇപ്പം ഞാൻ തേഞ്ച് വിളിക്കുന്നത്. ഇവിടെ തേൻ്റെ ബിസിനസ്സുള്ള ഒരുപാട് പേരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ദുആ ചെയ്തൂടെ? അതൊക്കെ നാളെ ചെയ്തോളും. ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? സന്തോഷത്തോടെ പറ. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഈ ഫോറസ്റ്റിനകത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് തന്നെ ഒന്നാലോചിക്കേ. എത്ര മക്കളുണ്ട് ഇവിടെ? 35 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു മക്കൾക്ക് നാഫിയ ഇൽമ നൽകുമാറാകട്ടെ. അള്ളാഹു നാഫിയ ഇൽമ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയും ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. അപ്പോൾ ദുആ ചെയ്തൂടെ? നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈവക്കിയോ, എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈവക്കിയതിന് പകരം നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, കടക്കാരാക്കി മരിപ്പിക്കല്ലേ പടച്ചവനെ. ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മുത്തഖീങ്ങളെ മരിക്കുന്ന പോലെ മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാൻ. ആ കൈവക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ആമീൻ പറ. ഒന്നുകൂടെ കൈവക്കിക്കേ. അപ്പൊ വേണമെന്ന് വെച്ചാൽ ചക്ക നേരത്തെ പൊക്കാത്തവരിപ്പോൾ പൊക്കി. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി കടങ്ങളൊക്കെ വീട്ടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ ഒളുവോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബിതങ്ങളെ സാക്ഷിയാക്കി മരിക്കണം. എൻ്റെ നെറ്റിത്തടം വിയർക്കണം,
മൂക്കിൻ്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഇത്രയും കാര്യം ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്രയും കാര്യം ലഭിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? അതൊരു നല്ല മരണത്തിൻ്റെ അടയാളവത. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറഞ്ഞ്. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ. 1000 നന്മയൊന്നും വേണ്ട, ഒരെണ്ണം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു നന്മയെങ്കിലും ഉണ്ടോ? നിസ്കാരം ഉണ്ടില്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്നാഴത്തേനെയും കുലുഹുവല്ലയും 4 പേര് കാണാനുണ്ടെങ്കിൽ വല്ലുഹ ഓതി വേണമെങ്കിൽ നമ്മൾ നിസ്കരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ 4 പേര് കാണാനുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരമൊക്കെ കൂടും അല്ലേ? പടച്ചവനെ, ഇവിടെ ഇരിക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരില്ലേ? എൻ്റെ വാപ്പ മുഖത്തൊരു വാട്ടം, 3 മണിക്ക് എഴുന്നേറ്റാൽ പിന്നെ ഞാൻ ഉറങ്ങാറില്ല. നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ വാപ്പ ക്ഷീണിച്ചത് അറിയത്തില്ലേ? തിങ്കളും വ്യാഴവും നോമ്പാ എനിക്ക് തിങ്കളും വ്യാഴവും നോമ്പാ. നാട്ടുകാരോട് പറയും. എടാൻ വീടിൻ്റെ മുമ്പിൽ ചെന്നാ ഗേറ്റ് പോലും തുറക്കൂല. സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് വല്ലതും തരുമെന്ന് ചോദിച്ചാൽ ചാടി പറയും ഞാൻ തരാന്ന്. കാരണം നാട്ടുകാരറിയണം ഇതാ സദക്ക. പാപ്പ പറയുന്നത് 2000 പോയപ്പോൾ കഅബയുടെ അവിടെ ഇങ്ങനെ ആയിരുന്നു, 2008 പോയപ്പോൾ ഇങ്ങനെയായി. ഇയാൾ 2 ഹജ്ജ് ചെയ്തിട്ട് പറയുന്നത് ഇങ്ങനെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നാട്ടുകാർക്കറിയാം. അള്ളാഹുടെ അടുക്കൽ ഇന്ന് വരെ ഒന്നും പോയിട്ടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉള്ളത് പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പം നിങ്ങൾ ഇന്ന് രാത്രി മരിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് രാത്രി മരണപ്പെട്ടു പോയി എന്താ ചിന്തിക്കാത്ത? എന്ത് വെറുതെ കൂടലും പറയലും അല്ലടോ, ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയും. എനിക്കറിയുന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 36 വയസ്സുണ്ട്. അദ്ദേഹം വെന്റിലേറ്ററിൽ ഐസിയുവിനകത്ത് കിടക്കുക, രോഗം കൂടിയിട്ട്. അപ്പോഴാ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, നേഴ്സിനോട് പറഞ്ഞു ഇയാളുടെ വീട്ടുകാരെ വിളിച്ചറിയിച്ചേക്കാൻ പറഞ്ഞു. ഈ ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുക ചങ്ങാതി. അയാൾക്ക് ഡോക്ടർ അറിഞ്ഞില്ല, ഉസ്താദ് കേട്ടുകൊണ്ട് കിടക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നേഴ്സ് പെണ്ണൊരു മുസ്ലിം അവൾ ഓടി ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ആ ഉസ്താദ് കിടന്ന് കരയുന്നു, അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആകുന്നു, പെട്ടെന്ന് വരാൻ. ഡോക്ടർ ഉസ്താദിൻ്റെ അടുക്ക് ചെന്നു. 36 വയസ്സുകാരനായ ഉസ്താദ് ഇങ്ങനെ ഐസിയുവിനകത്ത് കിടന്ന് വല്ലാതെ കരയുന്നു. ഡോക്ടർ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ മാക്സിമം നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരുന്നത്, ഏറ്റവും നല്ല മെഡിസിനാണ് തരുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ ഈ കരയുന്നതിന് പകരം നിങ്ങൾ ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്. നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും ഇത് കണ്ടിട്ട് ബേജാറാവുന്നു, അവർക്കൊക്കെ സങ്കടമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് കരയരുത്. ഉസ്താദ് പിന്നെയും കരയുക. ഡോക്ടർ പറഞ്ഞു, എന്താ മരിക്കുമെന്ന് പേടിയാണോ? 36 വയസ്സുകാരനോട് ചോദിച്ചു, മരിക്കുമെന്നുള്ള ഭയമാണോ? ആ ഉസ്താദ് ചെറിയ സ്വരത്തിൽ പറഞ്ഞു, അല്ല, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ മരിക്കേണ്ട സമയത്ത് മരിക്കുക തന്നെ ചെയ്യും. കരഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ദൈവം വെറുതെ വിടില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ എൻ്റെ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല, ഞാൻ മരിക്കും. അപ്പം ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? വീഡിയോ കോൾ വിളിക്ക്, കാണിച്ചു തരാം, സംസാരിക്ക്, കരയരുത്. അപ്പോഴും ഉസ്താദ് പറഞ്ഞു അല്ല. ഉസ്താദ് പറഞ്ഞു അല്ല, തൻ്റെ ഭാര്യയെയും 10 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള 2 മക്കളെയും കാണാനുള്ള കൊതി കൊണ്ടോ പിരിയാനുള്ള സങ്കടം കൊണ്ടല്ല ഞാൻ കരയുന്നത്. അപ്പം അമുസ്ലിമായ ഡോക്ടർക്ക് അത്ഭുതമായി. ഡോക്ടർ ചോദിച്ചു, മരിക്കാൻ പേടിയില്ല, ഭാര്യയെയും മക്കളെയും പിരിയുന്നതിൽ നിങ്ങൾക്ക് സങ്കടമില്ല, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ 36 വയസ്സുകാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എന്ത് ധൈര്യത്തിൽ പോകും എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ? എന്ത് ധൈര്യത്തിലാണ് ഞാൻ അള്ളാഹുടെ മുമ്പിൽ പോവാ? 36 കൊല്ലം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചല്ലോ, എന്ത് ധൈര്യത്തിൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ പോകും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, എന്തുണ്ട് വാപ്പാ നിൻ്റെ കയ്യിൽ? 30, 40, 65 വയസ്സുള്ളവൻ വരെ കൈവക്കിയല്ലോ ഉപ്പാ. 65 വയസ്സുകാരനായ വാപ്പയും കൈവക്കിയല്ലോ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നിന്റെ കയ്യിൽ എന്തുണ്ട് അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ?
എന്ത് നന്മയാ ഞാൻ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഈ ആയുസ്സിൽ എന്ത് നേടിയടോ? എന്തേ നമ്മൾ നേടിയത്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു നന്മ ചെയ്തു വെച്ചോ. എന്തെങ്കിലും ഒരു നന്മ, ഒരു റക്അത്ത്, ഒരു നിസ്കാരമോ, ഒരു ദിക്റോ, ഒരു സദക്കയോ, എന്തെങ്കിലും ഒരു നന്മ കരുതി വെച്ചോ, ഒരു നല്ല മരണം കിട്ടാൻ. അല്ലാതെ കിട്ടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ കടം പോലും നമ്മളെ മക്കൾ വിട്ടുപോകും. ധൈര്യമുണ്ടോ പറയാൻ? നീ മരിച്ചാ നിന്റെ കടം വിട്ടോ നിന്റെ മക്കൾ? ഇല്ല സഹോദര. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ? ഇല്ല സഹോദര. നിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ മക്കൾക്കറിയുമോ? സമയമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഒരു നന്മ ജീവിതത്തിൽ ചെയ്തു വെക്ക്. അള്ളാഹു നിങ്ങൾക്കൊരവസരം തരികയാ. ഇവരാരും എന്നോട് പിരിക്കാൻ പറഞ്ഞില്ല. എൻ്റെ സ്വന്തം മനസ്സിൽ തോന്നിയിട്ട് ഞാൻ നിങ്ങൾക്കൊരവസരം തരാം, ഒരു നന്മ ചെയ്യാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.